പൊളിറ്റിക്കൽ തിയറി, ലിബറൽ ട്രഡീഷൻ. രാഷ്ട്രീയ സിദ്ധാന്തവും ലിബറൽ ട്രഡീഷൻ, നവീകരണ ശീലങ്ങളും. ദ വേർഡ് ലിബറൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ലിബർ. ലിബർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലിബറൽ എന്നുള്ള പദം ഉരുത്തിരിഞ്ഞു വന്നത്. വിച്ച് മീൻസ് ഫ്രീ മെൻ. അതെന്താ അർത്ഥമാക്കുന്നത്? സ്വതന്ത്രമായ മനുഷ്യർ എന്നാണ്. ലിബറലിസ് ഈസ് ഓൾസോ എ ഡിറൈവേറ്റീവ് ഓഫ് ലിബർ. ലിബറിൻ്റെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു അർത്ഥമാണ് ലിബറലിസിനും ലഭ്യമാകുന്നത്, അല്ലേ? ദ സെൻട്രൽ ഐഡിയ ഓഫ് ഓൾ ദീസ് വേർഡ്സ് ഈസ് ഫ്രീഡം ഓർ ലിബർട്ടി. ഈ വേർഡുകളുടെയൊക്കെ, ഈ വാക്യങ്ങളുടെയൊക്കെ, ഇപ്പോൾ ലിബറൽ എന്ന് പറഞ്ഞു, ലിബറലിസ് എന്ന് പറഞ്ഞു, അതിൻ്റെയൊക്കെ കേന്ദ്ര ആശയം അഥവാ മുഖ്യ ആശയം വരുന്നത് ഫ്രീഡം എന്നോ അല്ലെങ്കിൽ ലിബർട്ടി എന്നോ ആണ്. ഈ ഫ്രീഡത്തിനും ലിബർട്ടിക്കും സിനോണിമസ് ആണ്, അല്ലേ? ഫ്രീഡവും ലിബർട്ടിയും അഥവാ രണ്ടും ഒരേ അർത്ഥമാണ്. പക്ഷേ ഇതിലുള്ള വ്യത്യാസം എന്താണ്? ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്രഷനിൽ നിന്നുള്ള, അഥവാ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ കീഴടക്കി. അപ്പോൾ ആ ഒപ്രഷനിൽ നിന്നുള്ള ഒരു വിമോചനമാണ് ഫ്രീഡം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലിബർട്ടി എന്ന് പറഞ്ഞാലോ, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ലിബറലിസം ഡസ് നോട്ട് എംബഡി എ പർട്ടിക്കുലർ മീനിങ്. ഒരു കൃത്യമായ അർത്ഥം ഉൾക്കൊള്ളുന്നതല്ല എന്ത് ലിബറലിസം എന്നുള്ള വേർഡ്. പിന്നെയോ ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് മീനിങ്സ്. അത് ഒരുപാട് അർത്ഥങ്ങളുടെ കൂട്ടമാണ്. അർത്ഥങ്ങളുടെ കൂട്ടം എന്ന് പറയാം, അഥവാ അതിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ഇൻ ഡിഫറെൻറ്റ് പീരിയഡ്സ്, വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഇറ്റ് ഹാസ് മീൻഡ് ഡിഫറെൻറ്റ് കൺസെപ്ഷൻസ്. അതിന് വ്യത്യസ്തമായ ധാരണകളാണുള്ളത്, അതിന് വ്യത്യസ്തമായ ആശയങ്ങളാണുള്ളത്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്. ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം, പ്രവർത്തനമാണ്, അതല്ലെങ്കിൽ നീക്കമാണ് എങ്കിൽ ഹൂസ് പർപ്പസ് ഈസ് ടു കർബ് ദ പവർ ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്. ഭരണകൂടത്തിൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയായിരിക്കും, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? ടു എൻഷർ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും. ആസ് എ ഡോക്ട്രൈൻ, പ്രമാണമെന്ന നിലക്ക് ലിബറലിസം വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ടിലാണ് ഉണ്ടായത്. ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് 17th century. 17ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലാണ്. ബിഹൈൻഡ് ദ ബർത്ത് ഓഫ് ലിബറലിസം, ഈ ലിബറലിസത്തിൻ്റെ ജനനത്തിന് പിന്നിൽ അഥവാ ഉണ്ടായതിന് പിന്നിൽ ദർ വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ജോൺ ലോക്കിന്. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ രണ്ടെണ്ണം എന്ന് പറയാണ്. ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ചെറുപുസ്തകം അല്ലെങ്കിൽ ഗവേഷണ പുസ്തകം എന്നൊക്കെ പറയാം. ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്നുള്ള ആ കൃതിയും, ഒരു ലെറ്റർ ഉണ്ടായിരുന്നു കൺസേണിങ് ടോളറേഷൻ. അത് സഹിഷ്ണുതയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ക്ഷമയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ലെറ്റർ. ആർ റിഗാർഡഡ്, അത് പരിഗണിക്കപ്പെട്ടു, അത് ശ്രദ്ധേയമായി ബൈ മെനി ആസ് പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ലിബറലിസം. ലിബറലിസത്തിൻ്റെ ശക്തമായ ഒരു ഉറവിടമായിട്ട് ഒരുപാട് ആളുകൾ അതിനെ പരിഗണിച്ചു. ക്ലാസിക്കൽ ലിബറലിസം ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ദ ബിലീഫ്. ക്ലാസിക്കൽ ലിബറലിസം പലപ്പോഴും ഒരു വിശ്വാസത്തോട് കൂടിച്ചേർന്നതായിരുന്നു. ദാറ്റ് ദ സ്റ്റേറ്റ് ഓട്ട് ടു ബി മിനിമൽ. കുറച്ചെങ്കിലും അധികാരം കൊടുക്കണം, എന്നാൽ സ്റ്റേറ്റിന് ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തുന്നവരായിരുന്നു. സ്റ്റേറ്റ് വേണം എന്നുള്ളത്, അല്ലാതെ ഫുള്ളായിട്ട് ലിബറലിസം പാടില്ല എന്നുള്ളതായിരുന്നു. വിച്ച് മീൻസ് that practically everything except armed force law enforcement and
അതർ നോൺ എക്സ്ക്ലൂഡബിൾ ഗുഡ്സ്. സൈന്യപരമായിട്ടും നിയമനിർവഹണപരമായിട്ടും അത്യാവശ്യമായിട്ടുള്ള ഒഴിച്ചുകൂടാനാകാത്ത ചരക്കുകൾ, വസ്തുക്കൾ ഇവയൊഴികെയുള്ള കാര്യങ്ങളൊക്കെ ലിബറലിസത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരായിരുന്നു. ഓർ ടു ബി ലെഫ്റ്റ്, ഒഴിച്ചു കൊടുക്കണം, ടു ദ ഫ്രീ ഡീലിങ്സ് ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ്. എന്തിനു വേണ്ടിയിട്ട്? സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വതന്ത്രമായിട്ട് തൻ്റെ അഥവാ ഭരണകൂടത്തിൻ്റെ പൗരന്മാർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും, ആൻഡ് ദ ഓർഗനൈസേഷൻസ്, സംഘടനകൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ദേ ഫ്രീലി ചൂസ്, ആ സംഘടനകൾ എന്ത് ചെയ്യും? ഫ്രീലി ചൂസ്, അവർ അനായാസേന തിരഞ്ഞെടുക്കും, ടു എസ്റ്റാബ്ലിഷ്, അവർക്ക് എന്തെങ്കിലും സ്ഥാപിക്കാനും, ആൻഡ് ടേക്ക് പാർട്ട് ഇൻ, അതിൽ പങ്കുകൊള്ളാനും. മോഡേൺ ലിബറലിസം ഈസ് ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു വശത്തിലൂടെ നോക്കുമ്പോൾ ക്യാരക്ടറൈസ്ഡ്, അത് വിശേഷിപ്പിക്കപ്പെട്ടു ബൈ എ ഗ്രേറ്റ് വില്ലിങ്നെസ്, വലിയ ആഗ്രഹമുണ്ട്, വലിയ ആശയുള്ളതായിട്ട്, ടു ലെറ്റ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിനെ അനുവദിക്കണം, ബിക്കം ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ഇക്കോണമി, സാമ്പത്തിക തലത്തിൽ അവരെ സജീവമായിട്ട് തന്നെ പങ്കുകൊള്ളിക്കണം, അഥവാ ഗവൺമെൻറ്റിനെ പങ്കുകൊള്ളിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരായിരുന്നു. ദിസ് ഹാസ് ഓഫൺ ഇഷ്യൂഡ്, ഇത് പലപ്പോഴും നൽകി ഇൻ എ പ്രൊണൗൺസ്ഡ് ടെൻഡൻസി, ഒരു സുനിശ്ചിതമായിട്ടുള്ള ഒരു പ്രവണത നൽകി, ടു റെഗുലേറ്റ് ദ മാർക്കറ്റ് പ്ലേസുകൾ അഥവാ കച്ചവട സ്ഥലങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രവണതയായി. ആൻഡ് ടു ഹാവ് ദ സ്റ്റേറ്റ് ഉണ്ട് സപ്ലൈ എസെൻഷ്യൽ ഗുഡ്സ്, അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുക്കൾ വിതരണം ചെയ്യാനും, ആൻഡ് സർവീസസ് ടു എവ്രി വൺ, സേവനങ്ങളും ടു എവ്രി വൺ, എല്ലാവരിലേക്കും സപ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മോഡേൺ ലിബറലിസം ഈസ് ദർഫോർ, ആകയാൽ മോഡേൺ ലിബറലിസം ഫോർ ആൾ ഇൻറ്റൻസ് ആൻഡ് പർപ്പസസ്, ഏതൊരു ഉദ്ദേശങ്ങളും ആൻഡ് പർപ്പസസ്, ലക്ഷ്യങ്ങളും, എ പ്രൊഫൗണ്ട് റിവിഷൻ ഓഫ് ലിബറലിസത്തിൻ്റെ ഒരു തീവ്രമായ തിരുത്തലാണ്. എസ്പെഷ്യലി ഓഫ് ദ ഇക്കോണമിക് പോളിസീസ്, പ്രത്യേകിച്ചും സാമ്പത്തിക പദ്ധതികളിൽ, ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, പാരമ്പര്യപരമായി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, അതിനോട് കൂടിച്ചേർന്നിട്ടുണ്ട്. സച്ച് മോഡേൺ വ്യൂസ്, ഇത്തരത്തിലുള്ള ആധുനികപരമായിട്ടുള്ള വീക്ഷണങ്ങൾ, കുഡ് ബി അസോസിയേറ്റഡ്, അതെന്ത് ചെയ്തിരുന്നു? കൂടിച്ചേർന്നിരുന്നു വിത്ത് 19th സെഞ്ച്വറി, 19ാം നൂറ്റാണ്ടിൽ. മോഡേൺ ലിബറലിസം ഈസ് ദർഫോർ, ആകയാൽ മോഡേൺ ലിബറലിസം, ആധുനിക ലിബറലിസം, ഫോർ ഓൾ ഇൻറ്റൻസ് ആൻഡ് പർപ്പസസ്, അതിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും, എ പ്രൊഫൗണ്ട് റിവിഷൻ ഓഫ് ലിബറലിസത്തിൻ്റെ ഒരു തീവ്രമായൊരു തിരുത്തൽ തന്നെയാണ്, ശക്തമായൊരു തിരുത്തൽ തന്നെയാണ്. എസ്പെഷ്യലി ഓഫ് ദ ഇക്കോണമിക് പോളിസീസ്, പ്രത്യേകിച്ചും സാമ്പത്തിക പദ്ധതികളിൽ, ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, പാരമ്പര്യപരമായിട്ട് അതിനോട് യോജിച്ച് നിൽക്കുന്നുണ്ട്. സച്ച് മോഡേൺ വ്യൂസ്, ഇത്തരത്തിലുള്ള ആധുനികപരമായിട്ടുള്ള വീക്ഷണങ്ങൾ, കുഡ് ബി അസോസിയേറ്റഡ് വിത്ത് 19th സെഞ്ച്വറി, അത് 19ാം നൂറ്റാണ്ടിൽ തന്നെ കൂട്ടിച്ചേർത്തിരുന്നു. 19th സെഞ്ച്വറി തിയറിസ്റ്റ്, 19ാം നൂറ്റാണ്ടിലെ തിയറിസ്റ്റുകൾ അഥവാ സിദ്ധാന്തവാദികൾ കൂട്ടിച്ചേർത്തിരുന്നു. അവർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്? സച്ചസ് ബെഞ്ചമിൻ കോൺസ്റ്റന്റ് ആൻഡ് ജോൺ സ്റ്റുവർട്ട് മില്ല് അവരെ പോലെയുള്ള ആളുകൾ. അതേപോലെ തന്നെ മോർ റീസെൻ്റ്ലി, ഈ അടുത്തായിട്ട് ജോൺ ഡെവി, വില്യം ബെവറിഡ്ജ് ആൻഡ് ജോൺ റോൾസ് ഹാവ് ആർട്ടിക്കുലേറ്റഡ്, അവർ സംയോജിപ്പിച്ചിട്ടുണ്ട് സിമിലർ ഐഡിയാസ്, ഒരേപോലെയുള്ള ആശയങ്ങൾ. ഇതുപോലെയുള്ള
കാര്യങ്ങളാണ്. ദ ഡോമിനൻ്റ് ഐഡിയോളജി ഷെയ്പ്പിംഗ് അവർ വേൾഡ് ടുഡേ. ഇന്ന് നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നത് ആധിപത്യ പ്രത്യയശാസ്ത്രമാണ് എന്ന ഒരു കോട്ട് അവിടെ കൊടുക്കുകയാണ്. നിയോ ലിബറലിസം ചെലുത്തുന്നു എന്ത്? ഗ്രേറ്റ് പവർ ഓവർ കണ്ടംപററി ഡിബേറ്റ്സ്. വലിയതായ ശക്തി എന്ത് ചെയ്യുന്നത്? കണ്ടംപററി ഡിബേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലിക വാദങ്ങളുടെ മേലിൽ വളരെയധികം ശക്തി ചെലുത്തുന്നുണ്ട്. കൺസേണിങ് റിഫോംസ്, അത് എന്തൊക്കെ വിഷയസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിലാണ് ആ ഡിബേറ്റുകൾ? റിഫോംസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്സ്, അന്തർദേശീയ കച്ചവടങ്ങളിലെ നവീകരണവും പരിഷ്കാരവും, ആൻഡ് ദ പബ്ലിക് സെക്ടർ, അതേപോലെ തന്നെ പൊതു മേഖലയിലെയും. ഈ നിയോ ലിബറലിസം ഒരു പുനർജന്മമാണ് ഓഫ് ലിബറലിസം. ഇൻഡിവിജ്വലിസം, ഫ്രീഡം, റീസൺ, ടോളറേഷൻ, കൺസെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണലിസം, ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എക്സെട്ര. ഇവകളുടെയൊക്കെ ഒരു പുനർജന്മമാണ് നിയോ ലിബറലിസം എന്നാണ് പറയുന്നത്. അഥവാ വ്യക്തിഗതമായും സ്വതന്ത്രപരമായിട്ടും വാദമുഖങ്ങൾ അങ്ങനെയുള്ള സഹിഷ്ണുതാപരമായിട്ടും സമ്മതപരമായിട്ടുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ നിയമപരമായിട്ടും പിന്നെ സമത്വപരമായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഉള്ള ലിബറലിസത്തിൻ്റെ ഒരു പുനർജന്മമാണ് നിയോ ലിബറലിസം എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർ ദ മെയിൻ എലമെൻറ്റ്സ് ഓഫ് ലിബറലിസം. ലിബറലിസത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്, മുഖ്യമായ ഘടകങ്ങളാണ്. ദ പ്രസൻറ്റ് പേപ്പർ, ഈ പേപ്പർ അഥവാ ഈ വിഷയം പൊളിറ്റിക്കൽ തിയറി ലിബറൽ ട്രഡീഷൻ, ഇതാണല്ലോ നമ്മുടെ പുസ്തകത്തിൻ്റെ പേര്. അത് അനലൈസസ്, വിശകലനം ചെയ്യുന്നുണ്ട്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫിലോസഫി ഓഫ് പൊളിറ്റിക്കൽ ലിബറലിസം, രാഷ്ട്രീയപരമായിട്ടുള്ള ലിബറലിസത്തിൻ്റെ ഫിലോസഫിയുടെ ഉന്നമനമാണ്, വികസനമാണ്. അനലൈസസ്, വിശകലനം ചെയ്യുന്നു. ദ ഡെവലപ്മെൻറ്റ് വികാസം ഓഫ് ദ ഫിലോസഫി ഓഫ് പൊളിറ്റിക്കൽ ലിബറലിസം, രാഷ്ട്രീയപരമായിട്ടുള്ള ലിബറലിസത്തിൻ്റെ ഫിലോസഫി, തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളാണ്. തത്വചിന്താപരമായിട്ട് എന്ത് ചെയ്യണം? വികാസം കൊള്ളണം എന്നുള്ളതാണ്. ഫ്രം ദ പീരിയഡ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ടു ദ പ്രസൻറ്റ് നിയോ ലിബറൽ ഏജ്. ഇന്ന് നിലകൊള്ളുന്ന നിയോ ലിബറൽ ഏജ് അഥവാ പുതുതായിട്ടുള്ള ലിബറൽ ഏജ് കാലഘട്ടത്തിലേക്കുള്ള പ്രാരംഭദിശയുടെ സമയത്തിൽ നിന്നും ഉള്ള പൊളിറ്റിക്കൽ ലിബറലിസത്തിൻ്റെ ഫിലോസഫിയാണ് പറയുന്നത്. അതല്ലാതെ മുമ്പുണ്ടായിരുന്ന മോഡേൺ ലിബറലിസത്തിൻ്റെയോ അതല്ലെങ്കിൽ മറ്റുള്ള ലിബറലിസത്തിൻ്റെയല്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൊഡ്യൂൾസാണ് പരിചയപ്പെടാനുള്ളത്.